ഹലോ, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു റീഡിങ് കോംപ്രഹെൻഷൻ തരും. ഒരു സ്റ്റോറി ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പോയം ആയിരിക്കും തരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ദ ഫണ്ണി ക്ലൗൺ. എന്നിട്ട് നമുക്ക് ഈ പോർഷനിൽ ആദ്യം വായിച്ചതിന് ശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുപോലെ താഴെ കൊടുത്തിരിക്കും. ഓക്കെ, ഒരു 5 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഭയങ്കര ഈസി ആയിരിക്കും. ഈ ചെറിയൊരു പാരഗ്രാഫ് ആയിരിക്കും തരുന്നുണ്ടാവുക. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ച് വായിക്കണം നിങ്ങൾ കേട്ടോ. അപ്പം നമുക്കത് നോക്കാം. ബോബി വാസ് എ ക്ലൗൺ ഹൂ ലവ് ടു മേക്ക് പീപ്പിൾ ലാഫ്. ഹി വോർ ബിഗ് ബ്ലൂ ഷൂസ്, എ കളർഫുൾ wig and had a round red nose. Every day he would go to the park to perform tricks. He could juggle tree balls, ride a tiny bike, and make funny faces. The children in the park always giggled when Bobby did his silly dance. One day, while Bobby was juggling the balls, he slipped on a banana peel. Instead of being upset, he got up and laughed. The kids cheered and Bobby continued his tricks to make everyone laugh. ഓക്കെ, അപ്പോൾ ഒരു ക്ലൗണിൻ്റെ കഥയാണ് നമ്മളിവിടെ വായിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിഡ് ബോബി വിയർ ഓൺ ഹിസ് ഫീറ്റ്? എന്താണ് വിയർ ചെയ്തിട്ടുള്ളത് ബോബി? ബിഗ് ബ്ലൂ ഷൂ ആണല്ലേ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ. ബിഗ് ബ്ലൂ ഷൂസ് ആണ് ബോബി വിയർ ചെയ്തിട്ടുള്ളത് അല്ലേ. യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഡിഡ് ബോബി പെർഫോം ഹിസ് ട്രിക്സ്? ബോബി അവൻ്റെ ട്രിക്കൊക്കെ എവിടെയാണ് പെർഫോം ചെയ്യുന്നത്? പാർക്കിലാണ് അല്ലേ. യെസ്, അറ്റ് ദി പാർക്ക്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ബോബി സ്ലിപ്ഡ് ഓൺ ഡാഷ്. ബോബി എന്തിൽ തട്ടിയാണ് സ്ലിപ്പായത്? ബനാന പീൽ അല്ലേ. പഴത്തൊലിയിൽ തട്ടിയിട്ടാണ് സ്ലിപ്പായത്, ചവിട്ടിയിട്ട്. അപ്പോൾ ബോബി സ്ലിപ്ഡ് ഓൺ എ ബനാന പീൽ. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിഡ് ബോബി ഡു വെൻ ഹി ഫെൽ ഡൗൺ? ബോബി താഴെ വീണപ്പോൾ എന്താ ചെയ്തത്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഹി ലോഫ്ഡ് ആൻഡ് ഗോട്ട് അപ്പ്. അവൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു അല്ലേ. യെസ്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ദ വേർഡ് ചിയേർഡ് മീൻ ഇൻ ദ സ്റ്റോറി? ചിയേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ കഥയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്? അതിൻ്റെ അർത്ഥം എന്താ? ഷൗട്ടഡ് ഹാപ്പിലി. അവരെല്ലാവരും തുള്ളിച്ചാടിയില്ലേ. കുട്ടികളെല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടിയതിനാണ് ഇവിടെ ചിയേർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇത് നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രെയിനിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതവിടെ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? റീഡ് ദ ഗിവൻ റിഡിൽ. ഐ മൂവ് ഓൺ ട്രാക്സ്, ഐ ഡോണ്ട് ഹാവ് ഫീറ്റ്, ഐ മേക്ക് എ ലൗഡ് സൗണ്ട്, ഐ ക്യാരി പീപ്പിൾ ഫ്രം പ്ലേസ് ടു പ്ലേസ്, ഹു ആം ഐ? അപ്പോൾ ഇതെങ്ങനെ ഒരു ചിത്രം തന്നിട്ട് നമുക്ക് കുറച്ച് വരികൾ ഇവിടെ തന്നിട്ടുണ്ടല്ലേ. എന്നിട്ട് അതിന് ഉത്തരം ട്രെയിനാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു മൂണിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ഇവിടെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. യെസ്. അപ്പോൾ നമുക്കത് നോക്കാം. ഐ ആം നോട്ട് ദി സൺ, ഐ ഷൈൻ അറ്റ്. എപ്പോഴാണ് മൂൺ തിളങ്ങുന്നത്? ഐ ഷൈൻ അറ്റ് നൈറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ഐ ആം നോട്ട് ദി സൺ, ഐ ഷൈൻ അറ്റ് നൈറ്റ്, ഐ ഹൈഡ് അറ്റ് ഡേ അല്ലേ. പകൽ സമയം ഒളിച്ചിരിക്കും. ഐ ആം റൗണ്ട് ആൻഡ് ബ്രൈറ്റ്, ഹൂ ആം ഐ? ഞാൻ ആരാണ്? മൂണാണ് അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ ആണല്ലോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം കേട്ടോ. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു 3-4 ലൈൻസ് എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മറ്റു രീതിയിൽ എഴുതണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ ആണല്ലോ. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പാസേജ് തന്നിട്ട് അത് നമ്മളോട് എഡിറ്റ് ചെയ്യാൻ പറയും കേട്ടോ. ആക്ടിവിറ്റി 3 നോക്കാം. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് എ പപ്പി, റീഡ് ആൻഡ് കറക്റ്റ് ദ എറേഴ്സ് ഇൻ ഇറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 ലൈൻസ് നിങ്ങൾക്ക് തരും. അതിൽ കുറച്ച് സംഭവങ്ങൾ അവർ തെറ്റിച്ചായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതിവിടെ ബോൾഡ് ലെറ്ററിൽ നമുക്ക് കാണാം. ഇവിടെ കുറച്ച് ഇതിവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണോ തെറ്റ് വരുന്നത് അത് അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പാസേജ് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. ആദ്യം ഈ പാസേജ് നോക്കാം. റാണി ആൻഡ് റോഹൻ. അപ്പോൾ റോഹനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതെന്താ മിസ്റ്റേക്ക്? നമ്മളൊരു പേര് സ്റ്റാർട്ട് ചെയ്യുമ്പം ക്യാപിറ്റലായിരിക്കണം എഴുതുന്നത് അല്ലേ. അപ്പോൾ റോഹൻ ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. അതാണ് അതിലെ മിസ്റ്റേക്ക്. ഓക്കെ ആണല്ലോ. റാണി ആൻഡ് റോഹൻ സെറ്റല്ലേ. വേർ ഗുഡ് ഫ്രണ്ട്സ്, ദേ വേർ കം. അപ്പോൾ അടുത്ത ഇറർ നമുക്ക് കിട്ടി. ദേ വേർ കം.
അത് അങ്ങനെയല്ല കൊടുക്കേണ്ടത്. ദേ വെർ കമ്മിങ് ഫ്രം ദ സ്കൂൾ എന്നാണ് കേട്ടോ. കമ്മല്ല, കമ്മിങ് ആണ് കൊടുക്കേണ്ടത്. കമ്മിങ്. ദേ വെർ കമ്മിങ്. ഓക്കെ ആണല്ലോ. ദേ വെർ കമ്മിങ് ഫ്രം ദി സ്കൂൾ. ഇവിടെ കമ്മിങ് കൊടുക്കുക. ഇവിടെ റോഹൻ. റോഹൻ ക്യാപിറ്റൽ ലെറ്ററിൽ വേണം നമ്മൾ പേര് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഓക്കെ ആണല്ലോ. ദേ സോ ദ ക്യൂട്ട് പപ്പി. അപ്പോൾ ഇവിടെ ദ ആണ് ഇവിടുത്തെ തെറ്റ്. ദേ സോ എ ക്യൂട്ട് പപ്പിയാണ് വേണ്ടത് കേട്ടോ. അടുത്തത് നോക്കൂ. ദേ ട്രൈഡ് ബൈ ടേക്ക് ദ പപ്പി ഹോം. അതങ്ങനെയാണോ വേണ്ടത്? ദേ ട്രൈഡ് ടു ആണ് വേണ്ടത് കേട്ടോ. ദേ ട്രൈഡ് ടു ടേക്ക് ദ പപ്പി ഹോം ബട്ട് ദ പപ്പി ഫാസ്റ്റ് റാൻ അവേ. ചെറിയ മിസ്റ്റേക്ക് ഇല്ലേ? അവിടെ എന്താ വേണ്ടത്? ദ പപ്പി റാൻ എവേ ഫാസ്റ്റ്. ഓക്കെ ആണല്ലോ. ദ പപ്പി ഇവിടെ എഴുതാം കേട്ടോ. റാൻ എവേ ഫാസ്റ്റ്. റാൻ എവേ ഫാസ്റ്റ്. ഫാസ്റ്റ് റാൻ അവേ അല്ല കേട്ടോ. അത് കൊടുത്തത് തെറ്റാണ്. റാൻ അവേ ഫാസ്റ്റ് ആണ് ഇവിടുത്തത്. മിസ്റ്റേക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കൊരു 2-3 ലൈൻസ് തരും. എന്നിട്ട് തെറ്റുള്ളത് അവർ തന്നെ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് കാണിച്ചു തരും. നമ്മളത് വായിച്ചിട്ട് അതിൽ മിസ്റ്റേക്ക്, ഇതിൽ ഗ്രാമർ മിസ്റ്റേക്ക് എഴുതി കൊടുക്കണം. ഓക്കെ ആണല്ലോ. യെസ്. അപ്പം നമ്മുടെ അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇവിടെ ഹാവിൻറ്റ് യു റീഡ് ദ സ്റ്റോറി ദ ഹണി മാംഗോ ട്രീ. റഷീദ് സോ ആൻ ഓൾഡ് മാൻ ലൈങ് അണ്ടർ ദ ട്രീ growing in pain. Rashid wanted to help the old man. He went to the woman in the nearby house to get some water. Prepare a likely. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺവെർസേഷൻ തയ്യാറാക്കണം അല്ലേ? റഷീദും ഈ സ്ത്രീയും തമ്മിലുള്ള കോൺവെർസേഷൻ ഉണ്ടാക്കണം. എത്ര ഡയലോഗ്സ് ആണ് വേണ്ടതെന്നുള്ളതൊക്കെ അവർ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പം റഷീദ് ഒരു പ്രായമായിട്ടുള്ള ആളെ കാണുന്നുണ്ടല്ലേ. അപ്പോൾ അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള വീട്ടിലെ ഈ സ്ത്രീൻ്റെ അടുത്തേക്ക് പോവുകയാണ് അല്ലേ. എന്നിട്ട് അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ഇവിടെ എഴുതേണ്ടത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടക്കം എങ്ങനെ എഴുതാം? റഷീദ്, ഡിയർ ലേഡി, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ? നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? അപ്പോൾ വുമൺ പറയും, ഓഫ് കോഴ്സ്. യങ് മാൻ, ഇവിടെ യങ് മാൻ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ നമുക്ക് ഓഫ് കോഴ്സ് മാത്രം മതി, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഓഫ് കോഴ്സ്. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? എന്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക? അപ്പം റഷീദ് പറയും, ദർ ഈസ് എ ഓൾഡ് മാൻ ലൈങ് അണ്ടർ ദ ട്രീ നിയർ ബൈ ഗ്രോയിങ് ഇൻ പെയിൻ. ഹി നീഡ് സം വാട്ടർ അല്ലേ. അപ്പോൾ അയാൾക്ക് കുറച്ച് വെള്ളം വേണം അല്ലേ. അയാൾ തളർന്നിരിക്കുകയാണ്, അയാൾക്ക് കുറച്ച് വെള്ളം വേണം. അപ്പം ഈ സ്ത്രീ പറയും, വുമൺ, ഓ മൈ ഗോഡ്, കം ഇൻ, ഐ ക്യാൻ ഗെറ്റ് യു വാട്ടർ. വരൂ, ഞാൻ നിങ്ങൾക്ക് വെള്ളം തരാമെന്ന് പറയും. അപ്പോൾ റഷീദ് പറയും, താങ്ക് യു സോ മച്ച്. അപ്പോൾ വുമൺ പറയും, യു ആർ വെൽക്കം. ഭയങ്കര സിമ്പിളല്ലേ ഈ ഡയലോഗ്സ് എല്ലാം? ഭയങ്കര സിമ്പിളാണല്ലേ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, എന്താണ് വേണ്ടത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് വേണം, പിന്നെ ഒരു ക്ലോസിങ്ങും വേണം നമ്മുടെ കോൺവെർസേഷനിൽ വരുമ്പോൾ. ഓക്കെ ആണല്ലോ. പിന്നെ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ കറക്റ്റ് നിങ്ങൾ ആഡ് ചെയ്യണം. ഓക്കെ, നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കോൺവെർസേഷനിൽ ശ്രദ്ധിക്കാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പ്ലക്കാർഡ് ഉണ്ടാക്കാനാട്ടോ. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹിയർ ആർ സം പ്ലക്കാർഡ്സ് അബൌട്ട് ഫോറസ്റ്റ് കൺസർവേഷൻ. പ്രിപ്പയർ 2 പ്ലക്കാർഡ്സ് അബൌട്ട് വാട്ടർ കൺസർവേഷൻ ടു ഡിസ്പ്ലേ ഇൻ യുവർ സ്കൂൾ കോമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഈ 2 പ്ലക്കാർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനെ കുറിച്ചാണ്? ഇത് ഫോറസ്റ്റ് കൺസർവേഷനെ കുറിച്ചിട്ടുള്ള പ്ലക്കാർഡ്സ് ആണല്ലേ. വനസംരക്ഷണത്തിനെ കുറിച്ചിട്ടുള്ള പ്ലക്കാർഡ്സ് ആണ് നമുക്കിവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഡോണ്ട് കട്ട് ട്രീസ്, സേവ് ട്രീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? വാട്ടർ കൺസർവേഷന് വേണ്ടിയിട്ട് 2 പ്ലക്കാർഡ്സ് ഉണ്ടാക്കണം അല്ലേ. ഓക്കെ. അപ്പം നമ്മൾ ജലസംരക്ഷണത്തിന് വേണ്ടിയിട്ട് 2 പ്ലക്കാർഡ്സ് ആണ് ഇനി അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത്. പ്ലക്കാർഡ്സ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതുപോലെ ഒരു സ്ക്വയർ ആയിട്ട് വരയ്ക്കണം. പിന്നെ താഴത്തേക്കും ഇതാ ഇങ്ങനെ കണ്ടില്ലേ, ഈ സാധനം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങനെ ഒരു സ്ക്വയർ ബോക്സ് വരയ്ക്കുക. എന്നിട്ട് അതിനുള്ളിൽ വേണം നിങ്ങളുടെ കോഡ്സ് എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെ എഴുതണം. അപ്പം നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ, സേവ് എവറി ഡ്രോപ്പ്. ഇത് ഒരെണ്ണമാണ് കേട്ടോ. സേവ് എവറി ഡ്രോപ്പ് ഒരു പ്ലക്കാർഡ്. വാട്ടർ ഈസ് ലൈഫ്,
അനദർ വൺ. ഓക്കെ ആണല്ലോ. വാട്ടർ ഈസ് ലൈഫ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നല്ല വൃത്തിയിലൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ 2 കോട്ട്സായി. വാട്ടർ കൺസർവേഷന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. സേവ് എവറി ഡ്രോപ്പും വാട്ടർ ഈസ് ലൈഫും. ഓക്കെ ആണല്ലോ. യെസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ മിക്കവാറും നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പ്ലക്കാർഡൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളത് പഠിച്ചു വെക്കണം. അടുത്തതൊരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനാട്ടോ. യു ഹാവ് റീഡ് ദ സ്റ്റോറി ഓഫ് എ യങ് ഗേൾ ആര്യ. ഷീ ബിക്കേം എ ഫൈറ്റർ പൈലറ്റ്. ദ പീപ്പിൾ ഓഫ് ദർബോളി വില്ലേജ് ഹോണർഡ് ആര്യ ഫോർ ഹെർ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ ആര്യയെക്കുറിച്ചിട്ട് നമ്മളൊരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കണം അല്ലേ. ആര്യ ഒരു ഫൈറ്റർ പൈലറ്റ് ആണല്ലേ. യെസ്. അപ്പം ഈ താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ന്യൂസ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട് ഓൺ ദിസ് ഇവൻറ്റ്. അപ്പോൾ ഇവൻ്റ് ഹോണറിങ് ആര്യയെ അനുമോദിക്കുന്ന ചടങ്ങാണ്. ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, എവിടെയാണ് സ്ഥലം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് സ്ഥലം, പ്ലേസ്, പഞ്ചായത്ത് ഓഡിറ്റോറിയം അല്ലേ. ചീഫ് ഗസ്റ്റ് ആരാണ്? ഡിസ്ട്രിക്ട് കളക്ടർ. അപ്പം ഇത്രയും സാധനം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്തുണ്ടാക്കാൻ, ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ. നമുക്കതൊന്ന് നോക്കാം അല്ലേ. വളരെ സിമ്പിളായിട്ടുള്ളൊരു റിപ്പോർട്ടാണ് കേട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നിങ്ങളതൊരു ബോക്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ. പിന്നീട് ഒരു ഹെഡിങ് വേണം കേട്ടോ. ഹെഡിങ് വേണം, ഒരു ബോക്സിലായിരിക്കണം. പിന്നെ ഇതാ സ്ഥലപ്പേര് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ 2 ഡോട്ട് ഇട്ടതിന് ശേഷം വേണം നമ്മളെ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കാൻ. ഓക്കെ ആണല്ലോ. യെസ്. അപ്പം ഹെഡിങ് നോക്കുക. ദർബോളി ഹോണേഴ്സ് ഇറ്റ്സ് ഡോട്ടർ ഫൈറ്റർ പൈലറ്റ് ആര്യ. ഓക്കെ, ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ബോക്സിലാണ് നമ്മുടെ കാര്യമുള്ളത്. പിന്നെ ഇതാ പ്ലേസ് കൊടുത്തിട്ടുണ്ട്. ദ പീപ്പിൾ ഓഫ് ദർബോളി വില്ലേജ് ഗാദേർഡ് ഇൻ ദ പഞ്ചായത്ത് ഓഡിറ്റോറിയം ടു ഹോണർ ആര്യ, ദ യങ് ഫൈറ്റർ പൈലറ്റ്. ദ ഡിസ്ട്രിക്ട് കളക്ടർ വാസ് ദ ചീഫ് ഗസ്റ്റ് who praised Arya's dedication. The program was held on November 11, 2024. ഇത് നമുക്ക് 2025 6 ഒക്കെ കൊടുക്കാം കേട്ടോ. ഓക്കെ, നമ്പർ 2025 കൊടുക്കാം. ഓക്കെ ആണല്ലോ. സിമ്പിൾ അല്ലേ. ഇപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ഒരു ഹെഡിങ് വേണം, സ്ഥലപ്പേര് വേണം, പിന്നെ ബോക്സിലായിരിക്കണം അല്ലേ. റിപ്പോർട്ട് കൊടുക്കുന്നത് ബോക്സിലായിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. Here is a letter from the President of Kenya to Rebecca about his visit to her school. Read the letter and prepare an announcement about the visit. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു അനൗൺസ്മെൻറ്റ് തയ്യാറാക്കാനാണല്ലേ. യെസ്. അപ്പോൾ ഇവിടെ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഹിയർ ഈസ് എ ലെറ്റർ ഫ്രം ദ പ്രസിഡൻറ്റ് ഓഫ് കെനിയ ടു റെബേക്ക. റെബേക്കയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു ലെറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡേറ്റ് ഇട്ടിട്ടുണ്ട്, സ്ഥലപ്പേര് കൊടുത്തിട്ടുണ്ട്. ഡിയർ റെബേക്ക, ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാറ്റുലേറ്റ് യു for your outstanding efforts in saving nature. I am visiting your school on January 26, 2025 to appreciate you and your school. Regards the President Kenya. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ബേസ് ചെയ്തിട്ടൊരു അനൗൺസ്മെൻറ്റ് തയ്യാറാക്കണം. ഓക്കെ, അപ്പം നിങ്ങളിത് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. ക്വസ്റ്റ്യനിൽ എന്തൊക്കെ അവർ തന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കണം. അത്രയും കാര്യങ്ങൾ നമ്മുടെ അനൗൺസ്മെൻറ്റിലും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തിനാണ് വരുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അല്ലേ, എവിടേക്കാണ് വരുന്നത് എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ അനൗൺസ്മെൻറ്റിലും ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്കതിൻ്റെ ഒരു സാമ്പിൾ നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണം, അനൗൺസ്മെൻറ്റും നമ്മൾ ബോക്സിലാക്കിയിട്ടാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഡിയർ സ്റ്റുഡൻസ് ആൻഡ് സ്റ്റാഫ്, ഇത് നമുക്കൊരു കോമ കൊടുക്കാം. വി ആർ ഹോണേർഡ് ടു അനൗൺസ് ദാറ്റ് ദ പ്രസിഡൻറ്റ് ഓഫ് കെനിയ വിൽ ബി വിസിറ്റിംഗ് അവർ സ്കൂൾ ഓൺ January 25, 2026. To congratulate our student Rebecca and the entire school for our outstanding efforts in saving nature. All are expected to maintain a decorum and prepare for this significant event. Thank you. വളരെ സിമ്പിളാണല്ലേ, അനൗൺസ്മെൻറ്റ് വളരെ സിമ്പിളല്ലേ. യെസ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കുക. ഓപ്പണിംഗ് കൊടുക്കണം, പിന്നെ ലാസ്റ്റ് ഒരു താങ്ക് യു പറയണം അല്ലേ. പിന്നെ എന്തിനാണ് അവർ വരുന്നത് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അതൊന്ന് ഷോർട്ടാക്കിയിട്ട് എഴുതിയാൽ മാത്രം മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ്, ഭയങ്കര സിമ്പിളായിരിക്കും നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാം കേട്ടോ. അപ്പോൾ ഇത്രയൊന്ന് പ്രിപ്പയർ ചെയ്ത് നിങ്ങളൊന്ന് പോകണം, അത്രയേ ഉള്ളൂ. പ്ലക്കാർഡൊക്കെ എന്തായാലും ചോദിക്കും. പ്ലക്കാർഡും അതുപോലെ തന്നെ പാസേജ് എഡിറ്റ് ചെയ്യാൻ, പിന്നെ റീഡിങ് കോംപ്രഹെൻഷൻ ഉണ്ടാവും. ഒരു കോൺവെർസേഷനും ജസ്റ്റ് ഒന്ന് പഠിച്ച് പോയിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്.